ഇവിടെ ഇപ്പോൾ ഞാൻ എന്ത് പറയാനാ? കയ്യിലാണെങ്കിൽ അധികം പൈസ ഇല്ല. ഉണ്ടായിരുന്നു. അധികം പൈസ ഇല്ല. ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ ചിലവാക്കിയപ്പോൾ പൈസ പോയ വഴി ഞാൻ അറിഞ്ഞില്ല. ഒരു മിനിറ്റ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്രയുണ്ട്? ആ, ബെസ്റ്റ്. എൻ്റെ കയ്യിലിപ്പോൾ ആകെ $10 മാത്രമേ ഉള്ളൂ. ഈ $10 വെച്ചിട്ട് എന്തുട്ട് ചെയ്യാനാ? നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം. അല്ല, ഈ ഷിൻചാൻ എങ്ങോട്ടാ പോയേ? ഒരു മിനിറ്റ്, ഇതെന്തത്? പുറത്ത് പോലീസ് നിൽക്കണ്ടല്ലോ. അത് മാത്രല്ല, ഷിൻചാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ ചോപ്പിനെ തന്നെ അറസ്റ്റ് ചെയ്തേ? ചോപ്പ് എന്തുട്ട് തെറ്റാ ചെയ്തേ? എനിക്കിവിടെ ഒന്നും മനസ്സിലാവണില്ല. ഇവിടെ പോലീസ് വന്ന് ഷിൻചാനെയും ചോപ്പിനെയും അറസ്റ്റ് ചെയ്തു. അവന്മാർ എന്തുട്ടാണോ ചെയ്തത് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട്? അല്ലെങ്കിൽ തന്നെ ഇവിടെ 100 കൂട്ടം പ്രശ്നങ്ങളാ. കയ്യിലാണെങ്കിൽ അധികം പൈസയും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ഷിൻചാനെയും ചോപ്പിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നമുക്കിനി അവരെ രക്ഷിക്കണം. ഇവിടെ പുറത്ത് എത്ര പോലീസുകാരുണ്ട്? എനിക്കിവിടെ ആകെ 2 ആൾക്കാരെ മാത്രമേ കാണാനുള്ളൂ. അല്ല, ഇതെന്തുട്ടത്? എൻ്റെ വണ്ടി ട്രക്കിൻ്റെ മേലെ കയറ്റിയേക്കണ്. ഇനിയിപ്പോൾ ഷിൻചാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് ആരുടെങ്കിലും മേത്ത് കയറ്റിണ്ടാവോ? പറയാൻ പറ്റില്ല. അതുകൊണ്ടും എൻ്റെ വണ്ടി ട്രക്കിൻ്റെ മേലെ കയറ്റിണ്ടാവുക. പോലീസുകാർ മിക്കവരും ആ വണ്ടി കൊണ്ട് പോവും. നമുക്കതിന് മുൻപ് ഷിൻചാനും ചോപ്പിനും രക്ഷിക്കണം. എന്തുട്ടപ്പോൾ ചെയ്യുക? എനിക്കൊരു പിടിയും കിട്ടണില്ല. എനിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓടിപ്പോവായിരുന്നു. പക്ഷെ അങ്ങനെ ഓടിപ്പോവാൻ പറ്റില്ല. അവന്മാരെ അവിടെ ഇട്ടച്ച് പോകാൻ പറ്റില്ല. നമുക്കെന്നാ ഒരു കാര്യം ചെയ്യാം. ആ പോലീസുകാരുടെ അടുത്തേക്ക് ചെല്ലാം. എന്നിട്ട് സംസാരിച്ച് നോക്കാം. അല്ലാണ്ട് വേറെ വഴിയില്ല. ഹലോ സാറേ, എന്താണ് പ്രശ്നം? എന്തിനാ അവരെ അറസ്റ്റ് ചെയ്തത്? ശരി, അപ്പൊ നിനക്ക് ഒന്നും അറിയില്ല അല്ലേ? അല്ല, സാർ എന്നിട്ടാ പറയാൻ ഉദ്ദേശിക്കണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഫ്രാങ്ക്ലിൻ അണ്ണാ, നമ്മളെ രക്ഷിക്ക്. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ പോലീസുകാരെ വെറുതെ അറസ്റ്റ് ചെയ്തേക്ക. ഇവന്മാര് അതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീയാണ് തെറ്റ് ചെയ്തത്. അല്ല സാറേ, ഞാൻ എന്തുട്ട് തെറ്റ് ചെയ്ത്? ഡോ ഫ്രാങ്ക്ലിനെ, നീ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കണ്ട. മോന്ത ഞാൻ അടിച്ചു കൂട്ടിക്കും. അന്നേരം നിന്റെ 32 പല്ല് താഴ്ത്തിക്ക് വീഴും. നീ ആരുടെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിച്ചണ്ട. പൈസ മേടിക്കേ? ആ, ഞാൻ പൈസ മേടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആരാ കംപ്ലൈൻറ്റ് ചെയ്തത്? കംപ്ലൈന്റ് ചെയ്തത് വേറെ ആരുമില്ല, ലോസ് ആൻഡോസിൽ ഉള്ള ഒരു ബിസിനസ്മാനാ, മാർട്ടിൻ മദ്രാസോ. നിങ്ങൾ അയാളുടെ കയ്യിൽ നിന്നാണ് പൈസ കടം മേടിച്ചേക്കണത്. 1 കോടി. 1 കോടിയാ? ഞാൻ അയാളുടെ നിന്ന് 10 കോടി മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ, എന്തെങ്കിലും ആട്ടെ, 1 കോടിയെങ്കിൽ 1 കോടി. ആ, ശരിയാണ് സാറേ. ഞാൻ മാർട്ടിൻ മദ്രാസോൻ്റെ കയ്യിൽ നിന്ന് $1 കോടി കടം മേടിച്ചു. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞതാ. പക്ഷെ എനിക്ക് ഇതൊരിക്കലും കൊടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. അല്ല, അതിനിപ്പോൾ ഇവരെന്തിനാ അറസ്റ്റ് ചെയ്തത്? ഷിൻചാനും ചോപ്പിനും വെറുതെ വിട്ടേക്ക്. സാർമാർ വേണമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തോ? നിന്നെ അറസ്റ്റ് ചെയ്തിട്ടിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. പൈസ തിരിച്ചു കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. നിനക്ക് ഞാൻ 24 മണിക്കൂർ ടൈം തരാം. അതിൻ്റെ ഉള്ളിൽ പൈസ സെറ്റാക്കി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഷിൻചാനും ചോപ്പിനും വിട്ടു തരാം. അല്ലെങ്കിൽ നിങ്ങൾ 3 പേര് നേരെ ജയിലിലേക്ക് പോവും. അയ്യോ വേണ്ട സാറേ, ഞാൻ ഇന്ന് തന്നെ പൈസ കൊണ്ടുവരാം. ഞാൻ എങ്ങനെയെങ്കിലും പൈസ സെറ്റാക്കാം. അല്ല ഫ്രാങ്ക്ലിൻ അണ്ണാ, അണ്ണൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് പൈസ സെറ്റാക്കും? പൈസയൊക്കെ ഞാൻ സെറ്റാക്കാം. ഞാൻ നിന്നെ വന്ന് രക്ഷിച്ചോളാം. നീ ഇനി അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അല്ല സാറേ, ഈ വണ്ടി ഇപ്പോൾ എന്തിനാ ട്രക്കിൻ്റെ മേലെ കയറ്റി വെച്ചേക്കണ്? അത് എനിക്ക് വിട്ടു തന്നൂടെ? ഇതെന്താ പറ്റിയേ? വണ്ടി ട്രക്കിൻ്റെ മേലൊന്നും വീണൂല്ലോ. ഡാടാടാ, അതിനടുത്തേക്ക് ചെല്ലണ്ട. അല്ല സാറേ, വണ്ടിയായിട്ട് എന്താ പ്രശ്നം? വണ്ടിയായിട്ട് നമുക്ക് ഒരു പ്രശ്നവുമില്ല. നീ ആ പൈസ എപ്പോൾ തിരിച്ചു തരണോ അന്നേരം നിനക്ക് വണ്ടി കൂടിയും വിട്ടു തരും. നീ ഇനി അധികം ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. വേഗം പോയിട്ട് പൈസ സെറ്റാക്കാൻ നോക്ക്. എന്നിട്ട് ഷിൻചാനും ചോപ്പിനും പിന്നെ നിന്റെ വണ്ടീനെയും വിട്ടു തരാം. ആ ശരി സാറേ, ഞാൻ ഇപ്പം തന്നെ പോയിട്ട് പൈസ സെറ്റാക്കി കൊണ്ടുവരാം. ഓ, വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല. അതാണ് മെയിൻ പ്രശ്നം. അല്ല, പൈസ എങ്ങനെ സെറ്റാക്കുക? $1 കോടി ഉണ്ട്. ഇത് വലിയൊരു എമൗണ്ടാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ആകെ $10 മാത്രമേ ഉള്ളൂ. എന്തപ്പോൾ ചെയ്യുക? പോലീസുകാരാണെങ്കിൽ ഇന്ന് ഒരു ദിവസം മാത്രം സമയം തന്നുള്ളൂ. അല്ലെങ്കിൽ ഷിൻചാനും ചോപ്പിനും നേരെ ജയിലിലേക്ക് കൊണ്ടുപോകും. ഷിൻചാനും ചോപ്പ് മാത്രമല്ല, ഞാനും കൂടിയും അവരുടെ കൂടെ ജയിലിൽ പോവും. അതാണ് മെയിൻ പ്രശ്നം. ഷിൻചാനും ചോപ്പും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ കാരണം അവരും കൂടിയും അനുഭവിക്കേണ്ടി വരും. അങ്ങനെ വരില്ല. നമ്മളിന്ന് പൈസ സെറ്റാക്കും. എന്തെങ്കിലും ചെയ്തിട്ട് പൈസ സെറ്റാക്കും.
അതിനു മുൻപ് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആദ്യം എവിടെയെങ്കിലും പോയിട്ട് ഭക്ഷണം കഴിക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഏതായാലും $10 ഇല്ലേ, എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാം. എനിക്കിപ്പോൾ തീരെ എനർജി ഇല്ല, എവിടെയെങ്കിലുമൊക്കെ തല കറങ്ങി വീഴും. ഓക്കെ, ഇവിടെ ഞാൻ ലോസ് ആൻഡോസ് സിറ്റിയിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ ഒരു ബർഗർ ഷോപ്പ് ഉണ്ട്, നമുക്ക് ഇവിടുന്ന് ബർഗർ കഴിക്കാം. അല്ല ഇതെന്തത്, ഇവിടെ ആരെയും കാണലില്ലല്ലോ. ഇവിടെ കടയിൽ ആളില്ല. എനിക്കിപ്പോൾ ബർഗർ വേണം, എനിക്ക് വിശന്നിട്ട് കണ്ണാണല്ലേ. ഇവിടെ കടയിൽ 2 ബർഗർ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ എന്നുണ്ടാക്കിയ ബർഗറാണാവോ? നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, ഈ 2 ബർഗർ എടുത്ത് കഴിക്കാം, അല്ലാണ്ട് വേറെ വഴിയില്ല. ഓക്കെ, ഞാൻ ആ 2 ബർഗർ എടുത്ത് കഴിച്ചു. ഇന്നലെ ഉണ്ടാക്കിയ ബർഗറാന്ന് തോന്നുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തുട്ടായാലും $10 ലാഭമായി, പൈസ കൊടുക്കേണ്ടി വന്നില്ല. ഇനി നമുക്ക് $1 കോടി സെറ്റാക്കണം. എങ്ങനെ സെറ്റാക്കുക? ആരോടെ ചോദിക്കുക? ഇവിടെ ഒരു ബാങ്ക് ഉണ്ട്, എനിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാങ്ക് കൊള്ളയടിക്കാം. പക്ഷേ എങ്ങനെ കൊള്ളയടിക്കുക? എൻ്റെ കയ്യിൽ ഇപ്പോൾ വണ്ടിയില്ല. അഥവാ പോലീസുകാർ എൻ്റെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ ഞാൻ സുഖമായിട്ട് പിടിക്കപ്പെടും. വണ്ടി ഉണ്ടെങ്കിൽ എനിക്ക് സുഖമായിട്ട് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബാങ്ക് റോബറി നടക്കില്ല. എനിക്ക് വേറെ ഏതെങ്കിലും വഴി നോക്കണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സിമിയോനെ വിളിച്ചു നോക്കാം. സിമിയോൻ്റെ ഷോറൂമിൽ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം. ഹലോ സിമിയോനെ, എടാ അതെ, നിൻ്റെ ഷോറൂമിൽ എന്തെങ്കിലും പണിയുണ്ടോ? എന്ത് പണി തന്നാലും ഞാൻ ചെയ്തോളാം. എനിക്ക് കുറച്ച് കാശിൻ്റെ അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാ. ബെസ്റ്റ്. ഇവിടെ എനിക്ക് തന്നെ പണിയില്ല, അപ്പോഴാണ് നിനക്ക് പണി തരുന്നത്. അപ്പോൾ സിമിയോനെ വിളിച്ചിട്ട് കാര്യമില്ല, ഇനി വേറെ ആരെയും വിളിക്കുക. നമുക്ക് ലെസ്റ്ററിനെ വിളിക്കാം. ലെസ്റ്റർ ഇപ്പോൾ എന്തായാലും നമ്മളെ സഹായിക്കുമെന്ന് വിചാരിക്കണു. എടാ ലെസ്റ്ററെ, വേഗം ഫോൺ എടുക്കടാ. ആവശ്യമുണ്ടെങ്കിൽ ഒരുത്തനും വിളിച്ചാൽ കിട്ടില്ല. ഇവരെന്താ ഫോൺ എടുക്കാത്ത? ഹലോ എടാ ഫ്രാങ്ക്ലിനെ, അതെ ഞാനിപ്പോൾ ഭയങ്കര ബിസിയാണ്, നീ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്ക്. ആടാ ശരിടാ ലെസ്റ്ററെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചോളാം. അപ്പോൾ ലെസ്റ്ററിനെ വിളിച്ചിട്ടും കാര്യമില്ല. ഇനി എന്താ ചെയ്യുക? ആരോടെ പൈസ ചോദിക്കുക? ട്രെവറിനോട് പൈസ ചോദിക്കാമെന്ന് വിചാരിച്ചതാ, പക്ഷെ അതിനി നടക്കില്ല. ട്രെവറിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അയാൾ എൻ്റെ മോന്തടിച്ച് പൂട്ടിക്കും. ഇനി എന്നെ സഹായിക്കാൻ ബാക്കിയുള്ളത് മൈക്കിൾ മാത്രമേ ഉള്ളൂ. ഇനി മൈക്കിൾ എന്തെങ്കിലും വിചാരിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. നമുക്കെന്നാൽ ഒരു കാര്യം ചെയ്യാം, നേരെ മൈക്കിളിൻ്റെ വീട്ടിലേക്ക് പോവാം. മൈക്കിളിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ എങ്ങനെ പോവുക? വണ്ടിയൊന്നും ഇല്ല. നടന്നിട്ട് തന്നെ പോകേണ്ടി വരും. ഓക്കെ, ഇവിടെ ഞാൻ മൈക്കിളിൻ്റെ വീട്ടിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. ഗേറ്റൊക്കെ തന്നെ ഓപ്പണായി. മൈക്കിൾ ഇത് അവിടെ നിൽക്കണ്ടല്ലോ. എടാ മൈക്കിളെ, സുഖല്ലേ? എന്തൊക്കെയുണ്ട്? എനിക്കിവിടെ സുഖം തന്നെയാ. അല്ല എന്താ ഇവിടെ കാര്യം? അത് പിന്നെ മൈക്കിളെ, അതെ എനിക്ക് കുറച്ച് കാശിൻ്റെ അത്യാവശ്യമുണ്ട്. കാശിന് അത്യാവശ്യം ഉണ്ടല്ലേ? എത്ര വേണം? അധികമൊന്നുമില്ല, $1 കോടി മാത്രമേ ഉള്ളൂ. ഷിൻചാനും ചോപ്പിനെയും പോലീസ് അറസ്റ്റ് ചെയ്തേക്കാ. ഇനി അവരെ വിട്ടു തരണമെങ്കിൽ $1 കോടി കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകണമെന്ന്, എന്നാലും അവർ ഷിൻചാനും ചോപ്പിനെയും വിട്ടു തരുള്ളൂ എന്ന്. നിനക്ക് ഞാൻ പൈസ ഒക്കെ തരാം, അതിനെനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിന് പകരമായിട്ട് എനിക്ക് ഒരു പണി ചെയ്തു തരേണ്ടി വരും. കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല എന്ത് പണിയാ? അത് പിന്നെ ബാക്കിൽ ഒരു വണ്ടി ഇരിക്കുന്നുണ്ട്, ആ വണ്ടി ഒന്ന് കഴുകുക, അത്രേ ഉള്ളൂ. അയ്യേ, വണ്ടി കഴുകേ? ഇതൊക്കെ എന്തുട്ട് പണിയാ? നിനക്ക് $1 കോടി വേണോ? അങ്ങനെയാണെങ്കിൽ ഈ പണി എടുത്തേ പറ്റൂ. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് $1 കോടി തരാം. അത്രേ ഉള്ളോ? എന്നാൽ പിന്നെ ഞാൻ ഇപ്പം തന്നെ പോയിട്ട് വണ്ടി കഴുകാം, കഴുകി കുട്ടപ്പനാക്കാം. അതൊക്കെ ഓക്കെ. വണ്ടി കഴുകുമ്പോഴേ യാതൊരു കാരണവശാലും സ്ക്രാച്ച് വരാൻ പാടില്ല. ഒരു ചെറിയ സ്ക്രാച്ച് എൻ്റെ വണ്ടിയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ മേത്ത് ഞാൻ ഒരു 10-20 സ്ക്രാച്ച് ഞാൻ വരുത്തും. ഇല്ല മൈക്കിളെ, ഞാൻ നോക്കിയും കണ്ട് ചെയ്തോളാം. ആദ്യം പോയിട്ട് ഏതാ വണ്ടി എന്ന് നോക്കി നോക്കാം. എൻ്റെ പൊന്നെ, ഇത് ഒരു ഗോൾഡൻ ലിമോസിനാണല്ലോ. മൈക്കിളിനോട് ഈ വണ്ടിയാണ് കഴുകാൻ പറഞ്ഞേ. ഇത് കഴുകാനായിട്ട് കുറേ ടൈം എടുക്കുമല്ലോ. ഇന്നങ്ങനെ തീർന്നാൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ ഞാൻ വണ്ടി കഴുകി കുട്ടപ്പനാക്കിണ്ട് കേട്ടാ. കുറേ ടൈം എടുത്തു ഇത് വൃത്തിയാവാനായിട്ട്. എടാ മൈക്കിളെ, നീ പറഞ്ഞ പണി ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി എൻ്റെ പൈസ തായോ? വണ്ടി ഇപ്പോൾ വലിയ കാര്യമായിട്ട് വൃത്തിയായിട്ടൊന്നുമില്ല. തൽക്കാലം ഞാൻ നിനക്ക് ഒരു 50,000 തരാം.
അയ്യേ 50,000 അതെന്തുട്ട് എമൗണ്ടാ? നേരത്തെ 1 കോടി തരാന്ന് പറഞ്ഞല്ലോ, ഇപ്പം എന്നിട്ട് വാക്ക് മാറ്റിയേ. എടാ മണ്ട, ഒരു വണ്ടി കഴുകിയതിന് ആരെങ്കിലും 1 കോടി തരുമോ? നിനക്ക് വേണമെങ്കിൽ ഒരു 50,000 തരാം, വേണമെങ്കിൽ കൊണ്ടുപോക്കോ. 50,000 അത് താൻ തന്നെ കയ്യിൽ വെച്ചാൽ മതി. എടാ ഫ്രാങ്ക്ലിനെ, നീ ഇപ്പോൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. നിന്നെ ഞാൻ പിന്നെ നോക്കിക്കോളടാ. ഓ, മൈക്കിളുടെ കറക്റ്റ് സ്ഥലത്താണ് ഞാൻ കൊടുത്തേക്കണത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് സ്ഥലം വിടാം, അതായിരിക്കും നല്ലത്. നമുക്കിനി വേറെ ഏതെങ്കിലും വഴി നോക്കാം. മൈക്കിളിനോട് പൈസ ചോദിച്ചിട്ട് കാര്യമില്ല, മൈക്കിള് പൈസ ഒന്നും തന്നില്ല. ആദ്യം എന്നോട് പറഞ്ഞു വണ്ടി കഴുകാനായിട്ട്, അങ്ങനെയാണെങ്കിൽ $1 കോടി തരാമെന്ന്. ഞാൻ എന്നിട്ട് വണ്ടിയൊക്കെ കഴുകി കൊടുത്തു. എന്നിട്ട് പറയണത് 50,000 മാത്രമേ തരുള്ളൂ എന്ന്, $1 കോടി ഒന്നും തരില്ല എന്ന്. മൈക്കിൾ നൈസായിട്ട് എന്നെ ഒന്ന് പറ്റിച്ചു. ടൈം വേസ്റ്റ് ആയി എന്നല്ലാണ്ട് വേറെ ഉപകാരം ഒന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ എങ്ങനെ കാശ് ഉണ്ടാക്കുക? ഇവിടെ ഒരു വാലറ്റ് പാർക്കിംഗ് ഉണ്ട്, നമുക്കിവിടെ പണിയെടുത്താലോ? ഓരോ വണ്ടിക്ക് $2 വെച്ച് കിട്ടും. ഡോ. ആരാ? എന്നെയാണോ? അതെ, നിന്നെ തന്നെയാ. ഇങ്ങോട്ടൊന്ന് വന്നേ. നിനക്ക് നല്ല മസിലുണ്ട്. അല്ല ചേട്ടാ, എന്താണ് കാര്യം? എന്തിനാ എന്നെ വിളിച്ചേ? അല്ല, നീ ഇപ്പോൾ ഇവിടെ എന്തൊരു ചെയ്യണ്? ഏയ് ഒന്നുമില്ല, ഇവിടെ വാലറ്റ് പാർക്കിങ്ങിൽ വെറുതെ പണിയെടുക്കാൻ വന്നതാ. പൈസയ്ക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. എത്ര വേണം? എനിക്ക് വേണ്ടത് $1 കോടി. ആ, അത്രേ ഉള്ളൂ. അതൊക്കെ ഞാൻ നിനക്ക് സെറ്റാക്കി തരാം. നിനക്ക് ഞാനൊരു പണി തരും, ആ പണി കൃത്യമായിട്ട് ചെയ്താൽ മതി. ആ, അത് ഞാൻ ചെയ്തോളാം. അല്ല, നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ല. ആ, അതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നിനക്ക് വണ്ടി ഓടിക്കാനൊക്കെ അറിയോ? ആ, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. ആണോ? എന്നാ പിന്നെ ഈ വണ്ടി ഓടിച്ചോ. നമുക്ക് ഒരു സ്ഥലം വരെ പോകണം. അല്ല, എങ്ങോട്ടാ പോണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, നീ വണ്ടി എടുക്ക്. അല്ല, എങ്ങോട്ടാ പോണ്ടേന്ന് ആ ലൊക്കേഷൻ പറഞ്ഞാ ഞാൻ അവിടെ തന്നെ എത്തിച്ചേരാലോ. എടാ, നീ നമ്മൾ പറയണ പോലെ ചെയ്താൽ മതി. ഇവിടുന്ന് കയറിയിട്ട് റൈറ്റ് എടുക്കുക, എന്നിട്ട് നേരെ പോവുക. ശരി, നമുക്ക് പോവാം. ശരിക്കും നിങ്ങൾ ആരാണ്? മാഫിയയുടെ ആൾക്കാരാണോ? ഏയ്, നമ്മൾ ഒരു മാഫിയയുടെയും ആൾക്കാരല്ല, നമ്മൾ ബ്ലാക്ക് മാർക്കറ്റിന്റെ ആൾക്കാരാ. ബ്ലാക്ക് മാർക്കറ്റാ? അതെ, ബ്ലാക്ക് മാർക്കറ്റ്. ഇതൊരിക്കും ബ്ലാക്ക് മാർക്കറ്റ് എന്താന്ന് കേട്ടിട്ടില്ലേ? ആ, ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം. ആ, എന്നാ പിന്നെ നേരെ നോക്കി വണ്ടി ഓടിക്കി. ലൊക്കേഷൻ എത്താറാകുമ്പോൾ ഞാൻ പറയാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ബ്ലാക്ക് മാർക്കറ്റിൻ്റെ ആൾക്കാരാ. ഈ ബ്ലാക്ക് മാർക്കറ്റിൻ്റെ ആൾക്കാർ അത്രയ്ക്ക് നല്ല ആൾക്കാരല്ല. ഇവന്മാർ ഇല്ലീഗലായിട്ട് ട്രേഡിംഗ് ഒക്കെ ചെയ്യും. മയക്കുമരുന്ന്, കഞ്ചാവ് ഇതൊക്കെ കടത്തും. അതാണ് ഇവന്മാരുടെ പരിപാടി. അത് മാത്രമല്ല, മനുഷ്യന്മാരെ കൊന്നിട്ട് അവരുടെ കിഡ്നി, ലിവർ അതും കൂടി എടുത്ത് വിൽക്കും. ഇവർ അത്രയ്ക്ക് നല്ല ആൾക്കാരല്ല. അതുകൊണ്ട് എനിക്ക് പേടിയാവുണ്ട്. ഇവന്മാർ എനിക്ക് ഒരു പണി തന്നുണ്ട്. എന്ത് പണിയാന്ന് എനിക്കറിയില്ല, ഇവന്മാർ പറയണില്ല. ചിലപ്പോൾ ആരെങ്കിലും കൊല്ലാനാവും, പറയാൻ പറ്റില്ല. ഇവർ പറയണത് ഞാൻ അതിന് പറ്റിയ ആളാന്ന്, എനിക്ക് ഒരാളെന്നെ കൊല്ലാനൊക്കെ പറ്റുമെന്ന്. ആ, എനിക്ക് ഒരാളെന്നെ കൊല്ലാൻ പറ്റും, അത് ശരിയാണ്. പക്ഷെ ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തിയതാ. ഞാനിപ്പോൾ ഒരാളെയും കൊല്ലാറില്ല. പക്ഷെ എന്താ ചെയ്യുക, ഷിൻചാനും ചോപ്പനും രക്ഷിക്കണം. അതുകൊണ്ട് വേറെ വഴിയില്ല. ഇവന്മാർ എന്തുട്ടാ പറയണേ അതേപോലെ തന്നെ ചെയ്യാം. ഡാ, സ്ഥലം എത്തി. നീ ഇവിടെ വണ്ടി സൈഡാക്ക്. ഓക്കെ, ഞാൻ അതിവിടെ വണ്ടി സൈഡാക്കി. ഇനി എന്തുട്ടാ ചെയ്യണ്ടേ? നീ ഇത് പിടിക്ക്. എന്തുട്ടാ? മോളോട്ടോവാ? ആരെ കൊല്ലാനാ? അതെ, മുമ്പില് ഒരു ഫ്രൂട്ട്സ് കട കാണാല്ലേ, ആ കട ഇങ്ങ് കത്തിച്ചകളേ. അല്ല, എന്തിനപ്പോ കട കത്തിച്ചളയാണ്? അയാള് എന്തുട്ടാ തെറ്റാ ചെയ്ത്? അതെ, നീ നമ്മൾ പറയണ പോലെ ചെയ്താൽ മതി. ആ കട ഇങ്ങ് കത്തിച്ച് കള. എടാ, വേഗം ആ സാധനം എടുത്ത് എറി. ആ സാധനം ഇപ്പോൾ പൊട്ടിത്തെറിക്കും. ആ, ഞാനിപ്പോൾ തീർത്ത് എറിയാം. എനിക്ക് എറിയാനായിട്ട് താല്പര്യമില്ല. എന്തിനാ ഒരാളുടെ ഫ്രൂട്ട്സ് കട കത്തിച്ചളയണേ? പക്ഷെ ഇവന്മാർ പറഞ്ഞ പോലെ ചെയ്യുക, വേറെ വഴിയില്ല. അതെ, ഞാൻ ആ ഫ്രൂട്ട്സ് കട കത്തിച്ചളഞ്ഞു. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. 2 ആൾക്കാരെയും കൂടി ഞാൻ കൊന്നു. എൻ്റെ പൈസ എവിടെ? പൈസ നിനക്കിപ്പോൾ കിട്ടില്ല. ഇത് വെറും ട്രയലാ, ശരിക്കുള്ള മിഷൻ വരാൻ പോണുള്ളൂ. ഇത് നിനക്ക് ധൈര്യം ഉണ്ടോന്ന് നോക്കാനായിട്ട് ചെയ്യിപ്പിച്ചതാ. ഇത്രയും സമയം എടുക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ പെട്ടെന്ന് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇത്രയ്ക്ക് ലേറ്റ് ആക്കരുത്. ആ, ഇനിയിപ്പോൾ എന്തൊരു ചെയ്യണ്ടേ? അടുത്ത മിഷൻ എന്തുട്ടാ? അടുത്ത മിഷൻ ഞാൻ പറഞ്ഞുതരാം. നീ നേരെ നോക്കി വണ്ടി ഓടിക്ക്.
ഇടയ്ക്കിടയ്ക്ക് ബാക്കിലേക്ക് തിരിയേണ്ട ആവശ്യമില്ല. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ സാൻഡി ഷോർട്സിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അതെ, സാൻഡി ഷോർട്സ് വരെ പോകേണ്ട ആവശ്യമില്ല. നീ ഇവിടുന്ന് റൈറ്റ് എടുക്ക്. നേരെ നിനക്ക് ഒരു വീട് കാണുന്നില്ലേ, അവിടെ വണ്ടി നിർത്ത്. ആ, അപ്പോൾ അടുത്ത മിഷൻ ഇവിടെയാണോ? ആ, ഇവിടെ തന്നെയാ. ഈ മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് പറഞ്ഞ പൈസ തരാം. ആ, എന്തെങ്കിലും ആവട്ടെ. അല്ല, എന്താ ചെയ്യണ്ടേ? അതെ, നീ ഈ ഗണ്ണ് കയ്യിൽ വെച്ചോ, ആവശ്യം വരും. അതെന്താ, ആരെന്നെങ്കിലും കൊല്ലണോ? അതെ, നിനക്ക് ഒരാളെന്നെ കൊല്ലണം. നീ നേരെ നടക്ക്. ആ, എനിക്കവിടെ ഒരാളെന്നെ കാണാണ്ട്. നിനക്ക് എന്താ കണ്ണ് കാണാല്ലേ? അവിടെ ഒരാളല്ല, 3 ആള് നിൽക്കുന്നുണ്ട്. ആ, അതെനിക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് ഒരാളെന്നെയല്ലേ കൊല്ലണ്ടേ? ബാക്കി 2 പേര് നിങ്ങളുടെ ആൾക്കാരല്ലേ? അതെ അതെ അതെ, ആ ബാക്കി 2 പേര് നമ്മുടെ ആൾക്കാരാ. ഈ മുട്ടുകുത്തി ഇരിക്കുന്ന ആളില്ലേ, അയാളെ വേഗം കൊന്നാളാ. അല്ല, ഇയാളെ കണ്ടിട്ട് എവിടെ കണ്ടു പരിചയമുള്ള പോലെ. അല്ല, ഇയാള് എന്ത് തെറ്റാ ചെയ്ത്? അതിപ്പോ നീ അറിയേണ്ട ആവശ്യമില്ല. വേഗം ഇയാളെ അങ്ങ് കൊന്നുകളാ. അന്നേരം ഞാൻ നിനക്ക് പൈസ തരാം, 1 കോടി. അതും കൊണ്ട് വേഗം സ്ഥലം വിട്ടോളണം. അല്ല, എന്നാലും ഇയാൾ എന്തുകൊണ്ട് തെറ്റാ ചെയ്ത്? കണ്ടിട്ട് ഒരു പാവത്തിനെ പോലെ തോന്നുന്നുണ്ട്. ആ, നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ആള് ഭയങ്കര പെശക. ഇയാള് എൻ്റെ അടുത്ത് ഒരു തെറ്റ് ചെയ്തു, അതുകൊണ്ട് നിന്നോട് കൊല്ലാൻ പറയണേ. ആ, നിങ്ങളുടെ അടുത്ത് എന്ത് തെറ്റാ ചെയ്ത്? അതാണ് ഞാൻ ചോദിക്കണേ. വേറൊന്നല്ല, ഞാൻ ഇയാളുടെ അടുത്ത് 1000 കോടി ഡോളർ ആവശ്യപ്പെട്ടു. ഇയാൾക്ക് തരാൻ പറ്റില്ലെന്ന്. ആ, അതാണോ? ഇയാൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ തരാൻ താല്പര്യം ഉണ്ടാവില്ല, അതുകൊണ്ടാവും തരാത്ത. ഇതിപ്പോൾ എനിക്ക് വലിയ തെറ്റായിട്ട് തോന്നണില്ല. ഇയാളെ കൊല്ലേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തുകൂടെ ചെയ്യുക? ഷെൻചാര ചോപ്പിനെയും രക്ഷിക്കാനായിട്ട് വേറെ വഴിയില്ല. ഇവർ പറയണ പോലെ തന്നെ ചെയ്യേണ്ടി വരും. ഇയാളെ ഇപ്പോൾ കൊല്ലാണെങ്കിൽ എനിക്ക് 1 കോടി ഡോളർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഷിൻചാനും ചോപ്പിനും രക്ഷിക്കാം. പക്ഷെ പറയാൻ പറ്റില്ല, ഇയാളെ കൊന്നിട്ടും എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിലോ? ഇവന്മാരെനിക്ക് ഇപ്പോഴും അത്രയ്ക്ക് വിശ്വാസമില്ല. ഇയാളെ കൊല്ലണ? അതെ, എനിക്ക് ഇയാളെ കൊല്ലാൻ പറ്റില്ല. നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ. അതെ, നീ ഒന്നും കൂടി ആലോചിച്ച് നോക്ക്. നിനക്ക് ഷിൻചാനും ചോപ്പിനും രക്ഷിക്കണമെങ്കിൽ മതി. ഇയാളെ വേഗം കൊന്നുകളാ. നിനക്ക് ഞാൻ 1 മിനിറ്റ് സമയം തരും. അതിൻ്റെ ഉള്ളിൽ ഇയാളെ കൊന്നുകളയണം. നിനക്ക് തരാനുള്ള പൈസ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. ആണോ? ഞാനൊന്ന് നോക്കി നോക്കട്ടെ വണ്ടിയിൽ പൈസ ഉണ്ടോന്ന്. നീ ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. നീ ഇയാളെ കൊന്നിട്ട് പോയാൽ മതി. ഇയാളെന്തോ ഒന്നും മിണ്ടാത്ത? ഇയാൾക്ക് മിണ്ടാൻ പറ്റില്ല. അയാൾക്ക് സംസാരശേഷി ഇല്ല. അത് ശരി, ഇയാൾക്ക് സംസാരിക്കാൻ പറ്റില്ല. കണ്ടിട്ട് എന്താണാവോ, എനിക്ക് പാവം തോന്നുന്നുണ്ട്. ഇയാളിപ്പോൾ ചെയ്തത് വലിയ തെറ്റൊന്നുമല്ല. പൈസ കൊടുക്കാൻ പറ്റില്ല. ശരി. അതെ, നീ ഇയാളെ കൊല്ലണ്ട. വേഗം ഇയാളെ കൊന്നുകളാ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും. അയ്യോ, വേണ്ട വേണ്ട, ഞാൻ ഇയാളെ കൊല്ലാം. അത് പിന്നെ എന്നോട് ക്ഷമിക്കണ ആളിയാ. എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് നിങ്ങളെ കൊല്ലേണ്ടി വന്നു. നമുക്ക് എല്ലാത്തിനും അങ്ങ് അടിച്ചിടാം. ഉമ്മരെ എനിറ്റല്ലോ. ഷേ, ഇയാൾ ഉമ്മരെ വെടിവെച്ചിട്ടു. അയ്യോ, ആള് ചത്ത. ഈശ്വര, ചതിക്കല്ലേ. ഹൗ, ഭാഗ്യമുണ്ട്, ഇയാൾ ചത്തിട്ടില്ല. മേത്ത് 3-4 ബുള്ളറ്റ് കൊണ്ടുണ്ട്. എന്നാലും ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ചേട്ടാ, അതെ, ഒരു കാര്യം ചെയ്യ്, വേഗം സ്ഥലം വിട്ടോ. ഇവിടെ അധികം നേരം നിൽക്കണ്ട. ഞാനിവിടെ ഒരു ഗ്യാങ്ങിൻ്റെ മെയിൻ ആൾക്കാരെയാണ് അടിച്ചിട്ടേക്കണ്. ചിലപ്പോൾ എനിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഏതായാലും ഈ വണ്ടി എടുത്ത് സ്ഥലം വിടാൻ പോവാ. ഇത് അവന്മാരുടെ വണ്ടിയാണ് കേട്ടാ. ഇതൊരു റേഞ്ച് റോവറാ, ഫുള്ള് ബുള്ളറ്റ് പ്രൂഫാ. ഇവിടെ വണ്ടിയുടെ അകത്ത് പൈസയൊന്നും കാണാനില്ല. അവന്മാർ നേരത്തെ പറഞ്ഞത് വണ്ടിയിൽ പൈസ ഉണ്ടെന്നാ. ഇതിൽ പൈസയൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടിയിൽ നമുക്ക് വിൽക്കാം, നല്ല വിലയ്ക്ക് വിൽക്കാം. ഈ വണ്ടി വിൽക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 10 കോടി കിട്ടും. അത് കിട്ടാണ്ടിരിക്കില്ല. ഇത് ഒന്നാമത്തേന് റേഞ്ച് റോവറാ, പോരാത്തതിന് ബുള്ളറ്റ് പ്രൂഫും. ആ, നമുക്കൊരു കാര്യം ചെയ്യാം, സിമിയോൻ്റെ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് ഈ വണ്ടി അങ്ങ് സെയിൽ ചെയ്യാം. സിമിയോൺ ഈ വണ്ടി മേടിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ ഞാൻ റേഞ്ച് റോവറും കൊണ്ട് സിമിയോൻ്റെ ഷോറൂമിലേക്ക് എത്തിയേക്കാണ്. വണ്ടി നമുക്ക് അകത്ത് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തിടാം. ഏയ്, ഇതെന്തത്? ഷോറൂമിൻ്റെ അകത്ത് വണ്ടിയൊന്നും കാണാനില്ലല്ലോ. ഇന്ന് എല്ലാ വണ്ടിയും വിറ്റ് പോയാ. എടാ സിമിയോണെ, ഞാൻ എന്താ കൊണ്ടുവന്നേക്കണം നോക്കിയേ. ഈ സിമിയോൻ ഫുൾ ടൈം ഫോണിലാണല്ലോ. എടാ സിമിയോണെ, അങ്ങോട്ടൊന്ന് നോക്ക്, ഞാൻ എന്താ കൊണ്ടുവന്നേക്കണം നോക്കിയേ. ഇത് റേഞ്ച് റോവറാണല്ലോ. ഇത് ബുള്ളറ്റ് പ്രൂഫാണോ? അതെ, ഇത് ഫുള്ള് ബുള്ളറ്റ് പ്രൂഫാ. അതുകൊണ്ട് ഞാൻ ഇതും കൊണ്ട് നിന്റെ ഷോറൂമിലേക്ക് വന്നേ. ആണോ? നീ ഇത് എത്ര ഡോളറിനാ വിൽക്കാൻ ഉദ്ദേശിക്കണേ?
ഇതിന് ഒരു 10 കോടി കിട്ടുമോ? ഏയ് ഇതിന് 10 കോടിയൊന്നും കിട്ടില്ല. മാക്സിമം 1 കോടി അത്രേ കിട്ടുള്ളൂ. ആ 1 കോടിങ്ങ് 1 കോടി. വേഗം പൈസ തായോ, എനിക്കിപ്പോൾ പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ ആ വണ്ടി എങ്ങനെ സെയിൽ ചെയ്തേക്കാണ് കേട്ടോ. എനിക്കിതവിടെ 1 കോടി കിട്ടി. അല്ലടാ ഫ്രാങ്ക്ലിന്, നിനക്ക് ഈ വണ്ടി എവിടെ നിന്നാ കിട്ടിയേ? അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, അത് വലിയൊരു കഥയാണ്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. നമുക്കെന്നാ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടി എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. എൻ്റെ കയ്യിലിപ്പോൾ ഏതായാലും ക്യാഷൊക്കെ സെറ്റായിട്ടുണ്ട്. 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ക്യാഷ് സെറ്റാക്കി, അതന്നെ വലിയ സംഭവം. ഓക്കെ, ഇവിടെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയേക്കാണ്. ഷിൻചാനെ, ചോപ്പേ, നിങ്ങളെവിടെയാ? ഇതെന്തത്, ഒരാളേലും കാണാനില്ലല്ലോ. ആ ദേ ഷിൻചാൻ അവിടെ നിൽക്കുന്നുണ്ട്. എടാ ഷിൻചാനെ, ഞാൻ ദേ വന്നോടാ. ഹായ് ഫ്രാങ്ക്ലിൻ അണ്ണ, പൈസ സെറ്റായ? ആടാ ഷിൻചാനെ, പൈസ ഒക്കെ സെറ്റായി. എൻ്റെ ഈ കാണുന്ന ബാഗിൽ 1 കോടി ഡോളർ ഉണ്ട്. ഇതാ സാറേ, 1 കോടി ഡോളർ. ഇനി ഷിൻചാനും ചോപ്പിനും വിട്ടു തരുമോ? ഷിൻചാനും ചോപ്പിനും ഞാൻ വിട്ടുതരാം. 1 മിനിറ്റ്, ആദ്യം ഇതിൽ 1 കോടി ഉണ്ടോയെന്ന് നോക്കട്ടെ. ഓക്കെ ഗൈസ്, ആ ബാഗിൽ ഫുൾ എമൗണ്ട് ഉണ്ടായിരുന്നു. കറക്റ്റ് 1 കോടി ഡോളർ ഉണ്ട്. അങ്ങനെ പോലീസുകാർ ഷിൻചാനും ചോപ്പിനും വിട്ടു. എന്നാലും ഈ ചോപ്പിനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പട്ടിക്ക് ഇതിൻ്റെ കുറിച്ച് എന്തുട്ട് അറിയുക. എടാ ഷിൻചാനെ, വാടാ നമുക്ക് വീട്ടിൽ പോവാം. ആ ചോപ്പിനെ കൊണ്ടുപോയോ? എന്നാലും ഫ്രാങ്ക്ലിൻ അണ്ണ, എങ്ങനെ ഇത്രയും പെട്ടെന്ന് പൈസ സെറ്റാക്കി? അതൊക്കെ ഞാൻ സെറ്റാക്കി, അത് വലിയൊരു കഥയാ. നിൻ്റെ അടുത്ത് ഇപ്പോൾ പറയാൻ പറ്റില്ല. നീ തൽക്കാലം ഒന്ന് വണ്ടിയിൽ കയറ്.